ഷാനവാസ് ക്യാപ്റ്റനായിട്ട് മാറി രണ്ടാം ആഴ്ചയിലെ എന്തെങ്കിലും വീടിനകത്ത് മാറ്റങ്ങൾ വരുമോ അതോ ഇനി മാനിപ്പുലേഷൻസ് ആണോ സംഭവിക്കാനായിട്ട് പോകുന്നത്? എന്തോ അനീഷ അതിനകത്ത് കിടന്ന് വീണ്ടും വീണ്ടും ഇളക്കുന്നുണ്ട്. ഞാനിവിടെ നടുവേനെടുത്ത് വെട്ടി വീണപ്പോൾ ഇവിടെ ഉള്ളവരെന്നെ എല്ലാം ഒന്നും തിരിഞ്ഞ് പോലും നോക്കിയില്ല. ഞാനത് പറഞ്ഞൂല്ലേ, ഇപ്പൊ നോക്ക് ആ ഷാനവാസിന്റെ അടുത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുകൊണ്ട് ഇഷ്യൂ ഉണ്ടാക്കുകയാണ് അനീഷ്. പിന്നെ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് അനുമോള് അനീഷിനെ, കളിയായിട്ട്, വലിയ കാര്യമായിട്ടൊന്നുമില്ല, കളിയായിട്ട്. രേണുസുതി മരിച്ചു പോയ സുതിച്ചേട്ടനെ കണ്ട കാര്യം, ഹിപ്നോട്ടിസത്തിലൂടെ കണ്ട കാര്യം എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ലൈവിൽ നടക്കുന്നത്? ശോകമൂഖ അവസ്ഥയാണോ? 6 മണി മുതൽ 8 മണി വരെയുള്ള ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് ബിൻസിയും നെവിനുമായിട്ടുള്ള വൻ വഴക്കിന് ശേഷമാണ് ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത്. ഈ ക്യാപ്റ്റൻസി ടാസ്കിന് തൊട്ട് മുന്നേ തന്നെ നമ്മുടെ സരിക നെവിനോട് പറയുന്നുണ്ട്, നിന്റെ പ്രൊഫഷനെ തൊട്ട് അവൾ കളിച്ചത് ഒട്ടും ശരിയായില്ല, ഈ കാരണം പറഞ്ഞുകൊണ്ട് ഞാൻ അവളെ നോമിനേറ്റ് ചെയ്യും. നീ ഇങ്ങനെ ഫാഷൻ കൊറിയോഗ്രാഫർ ആണെന്ന് പറഞ്ഞ് പേക്കോലവും കാണിച്ചുകൊണ്ട് നടന്ന ഒന്നൊരു ഡയലോഗ് ബിൻസി പറയുന്നുണ്ട് നെവിൻ്റെ അടുത്ത്. അപ്പോൾ അത് നിന്റെ പ്രൊഫഷനെ തൊട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത് പോയി നല്ല വൃത്തിക്ക് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഞാൻ അവളെ ഈ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ടാണ് അടുത്ത ആഴ്ച എവിക്ഷനിൽ ഇടാൻ പോകുന്നത്, നീ നോക്കിക്കോ എന്ന് പറയുകയാണ്. മിക്കവാറും നെവിനും ബിൻസിയുടെ പേര് തന്നെ പറയും. അപ്പോൾ എന്തായാലും ബിൻസിക്ക് 2 വോട്ട് കിട്ടുകയും ചെയ്യും, ബിൻസി അടുത്ത ആഴ്ച നോമിനേഷനിൽ വരികയും ചെയ്യും എന്നാണ് ഇത് മനസ്സിലാവുന്നത്. ഇനി ക്യാപ്റ്റൻസി ടാസ്ക് പാവക്കൂത്ത് എന്നുള്ള പേര് കേട്ടപ്പോൾ എനിക്ക് സീസൺ 5 പാവയുടെ ടാസ്ക്കാണ് ഓർമ്മ വന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഗാർഡൻ ഏരിയയിൽ കറങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. അവിടെ 3 പേർക്ക് നിൽക്കാം. ക്യാപ്റ്റൻസി മത്സരാർത്ഥികളായ ഷാനവാസിനും അതുപോലെ നമ്മുടെ ബിന്നിക്കും ഷാനവാസിനും ബിന്നിക്കും അഭിലാഷിനും നിൽക്കാം. ഇവർ 3 പേരും അവിടെ നിൽക്കുമ്പോൾ ഇതൊരു കറങ്ങുന്ന പ്ലാറ്റ്ഫോമാണ്, റൗണ്ട് വൃത്താകൃതിയിലുള്ള പ്ലാറ്റ്ഫോമാണ്. ഇതിങ്ങനെ നിർത്തിയിട്ട് ഒരാളിങ്ങനെ വലിക്കുമ്പോൾ ഇതിങ്ങനെ ഒന്ന് കറങ്ങും. നമ്മൾ റീൽ എടുക്കാനൊക്കെ ഇങ്ങനെ നിന്നിട്ട് കറങ്ങത്തില്ല, അതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ ഇവരുടെ കയ്യിലൊരു വടി കൊടുത്തിരിക്കും. ഈ വടി വെച്ച് നമ്മളെ കണ്ണും കെട്ടിയിരിക്കും. മുകളിൽ നമ്മുടെ ഫോട്ടോ ഒട്ടിച്ച ഒരു പാവക്കുട്ടി കാണും. പാവക്കുട്ടിയുടെ തല നമ്മുടെ ഫോട്ടോ ആയിരിക്കും, ആ കണ്ടസ്റ്റന്റിന്റെ ഫോട്ടോ ആയിരിക്കും. നമ്മുടെ ഫോട്ടോ ഉള്ള പാവക്കുട്ടിയെ ഈ നമ്മുടെ കയ്യിലുള്ള വടി ഉപയോഗിച്ച് അടിച്ച് വീഴ്ത്തി തറയിൽ ഇടണം. അപ്പം ആരാണോ ആദ്യം അടിച്ച് വീഴ്ത്തുന്നത് എന്നുള്ളതല്ല വാല്യൂ, നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം 3 പാവകളാണ് ഉള്ളത്. അപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഏത് പാവയാണ് നമ്മൾ അടിക്കുന്നതെന്ന് നമുക്കൊരു ബോധം കാണത്തില്ല. അപ്പം നമ്മൾ അടിച്ചിടുന്ന പാവ ആരുടെ പാവയാണോ, ആ പാവയ്ക്ക് മുഖം ഉണ്ടാവുമല്ലോ, അത് ആരുടെ മുഖമാണോ അവരാണ് ക്യാപ്റ്റൻ. നല്ല സൂപ്പർ ടാസ്ക്, ലക്കാണ് കേട്ടോ. കാരണം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കറങ്ങുമ്പോഴത്തേക്കും അടിക്കുന്നത് എങ്ങനെയാണെന്നൊന്നും ഒരു പിടിയും കിട്ടത്തില്ല. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് അടിച്ചു കൊടുക്കും, ആരെങ്കിലും ലക്ക് കണക്കിന് ഇതും ആവും. പിന്നെ അല്ലെങ്കിൽ ഇത് കളിക്കാൻ പറ്റുന്ന ഒരു രസം ഇങ്ങനെ ഉണ്ട്, കറക്റ്റ് ആ പോയിന്റ് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ 1 എൻ്റെതാണെങ്കിൽ അടുത്ത് 2 എണ്ണം കറങ്ങിയിട്ട് എൻ്റെത് വരുള്ളൂ എന്നൊരു ബുദ്ധി വെച്ചത് കളിക്കാം. പക്ഷെ അന്നേരം ഇങ്ങനെ കറങ്ങുമ്പോൾ നമുക്കൊന്നും പറ്റത്തില്ല. ഈ ടാസ്ക് തുടങ്ങുന്നു. ഷാനവാസ് ആദ്യം തന്നെ മറിഞ്ഞ് എവിടെ നിന്ന് വീഴുകയാണ്, മറ്റേ ആ പ്രതലത്തിൽ നിന്ന് മറിഞ്ഞ് വീഴുന്നു. അപ്പോൾ ഷാനവാസിനെ എല്ലാവരും കൂടെ ടേക്ക് കെയർ ചെയ്യുന്നു. ഭയങ്കര കാര്യമായിട്ട്, ഭയങ്കര സ്നേഹമായിട്ട്, എന്ത് പറ്റി ഷാനവാസെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചോദിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷാനവാസ് വീഴുന്ന സമയത്ത് തന്നെ ആ ഒരു പ്രതലത്തിലെ ഒരു സാധനം പൊട്ടുന്നു. അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞ് ബിഗ് ബോസ് വീണ്ടും ശരിയാക്കാനുള്ള സമയം എടുത്തിട്ട് വീണ്ടും ടാസ്ക് നടത്താനായിട്ട് അവരെല്ലാവരെയും ലിവിംഗ് റൂമിലോട്ട് വിളിച്ച് അവിടെ ഇരുത്തണം. അവിടെ വെച്ചാണ് അനീഷിൻ്റെ അടുത്ത് എല്ലാവരും നമ്മളെല്ലാവരും അനീഷിൻ്റെ വീട്ടിൽ വരും. എൻ്റെ വീട്ടിൽ വന്നു പോലെ ഒറ്റണം, എനിക്ക് വേണ്ട, നമ്മൾ അയൽവാസിയുടെ വീട്ടിൽ വേണ്ട, നമ്മൾ അവിടെ തന്നെ നിൽക്കും, വേണ്ട, നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധത്തിനോ ഒന്നിന് തന്നെ ഞാൻ നിൽക്കത്തില്ല, എനിക്ക് മതിയായി, എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരുമായിട്ട് ഒന്നും വേണ്ട എന്ന് അനീഷ് പറയുവാണ്. അപ്പോഴാണ് അനുമോള്, ചേട്ടാ എനിക്ക് ചേട്ടനെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ പറഞ്ഞാൽ മതി, എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നമുക്കൊരു ജീവിതം നയിക്കാം. അപ്പം അനീഷേ, ഞാനോ വേറെ നിന്നെ ഞാൻ ഒരിക്കലും സ്വീകരിക്കില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ടാസ്കിൻ്റെ സംഭവങ്ങളെല്ലാം സെറ്റായി. ടാസ്ക് നടത്തുമ്പം ഷാനവാസ് സ്വന്തം പാവ തന്നെ അടിച്ചിടുകയാണ്. ഒരു റൗണ്ട് കറങ്ങിയിട്ട് വലിയ രീതിയിൽ നമ്മളാണ് കറക്കുന്നത്, അവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് കറക്കാം. അപ്പോൾ വലിയ രീതിയിലൊന്നും കറങ്ങുന്നൊന്നുമില്ല. ആദ്യം ഷാനവാസ് നിൽക്കുന്നത് ഒരു റൗണ്ട് കറങ്ങിയിട്ട് ഷാനവാസ് സ്വന്തം പാവ തന്നെ അടിച്ചിടുന്നു. ഷാനവാസിന്റെ പാവ ആദ്യം വന്ന് തറ വീഴുന്നു, രണ്ടാമത് അഭിശ്വരുടെ പാവയും വന്ന് വീഴുന്നു. അവരവരുടെ പാവകളിൽ തന്നെയാണ് അടിക്കുന്നത്, പിന്നെ അടിക്കുന്ന പാവ മാത്രം വീഴുന്നില്ല. അങ്ങനെ
ഷാനവാസ് ക്യാപ്റ്റനായിട്ട് മാറുവാണ് അടുത്ത ആഴ്ചയിലെ. അപ്പൊ അതിനുശേഷം എല്ലാവരും ക്യാപ്റ്റാ എന്ന് വിളിച്ചുകൊണ്ട് ഷാനവാസിന്റെ പിറകെ നടക്കുവാണ്. അപ്പൊ ഇത് കാണുമ്പോൾ അനീഷ്, ഞാൻ എൻ്റെ ക്യാപ്റ്റൻസി സ്ഥാനം ഒഴിഞ്ഞ് തന്നിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിലെങ്ങനെ നടക്കുവാണ് പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്കുമാണ് അനീഷിനെ നേരത്തെ ഷാനവാസ് അവിടെ മറിഞ്ഞു വീണതും നടുവേനെടുത്തപ്പോഴത്തേക്ക് എല്ലാവരും ഓടിപ്പോയത് നോക്കാം. ഞാൻ ഇങ്ങനെ വീണപ്പോൾ അപ്പാനിയും ഷാനവാസും കൂടെ എന്നെ മനഃപൂർവ്വം തള്ളിയിട്ടിട്ട് ഞാൻ ആ വേദന മനസ്സിൽ കടിച്ചൊതുക്കി ഇതിലെ കഴിയുകയായിരുന്നു, എന്നെ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ, ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അതിലേ കിടന്ന് അഭിനയിച്ച് നാടക പ്രശ്നം. അപ്പം കുശുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുശുമ്പിൻ്റെ അങ്ങേയറ്റമാണ് ഈ പറയുന്ന അനീഷ് അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴ് സെക്കൻഡ് ക്യാപ്റ്റൻ ഷാനവാസായി മാറി. ഇപ്പോൾ ഷാനവാസ് ഇങ്ങനെ എന്താ പറയുക, ഈ അനീഷിൻ്റെ കുറേ കോപ്രായങ്ങളൊക്കെ ആക്ട് ചെയ്ത് വേലകളൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുവാണ്. ഇതേ സമയമാണ് രേണു സുധി എന്ത് ചെയ്യുന്നു, തന്നെ ആരോ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ ഹിപ്നോട്ടിസം ചെയ്തതും അവിടെ വെച്ച് സുധിച്ചേട്ടനെ കണ്ടു. സുധിച്ചേട്ടനെ എനിക്കങ്ങനെ സുധിച്ചേട്ടൻ വന്ന പോലെ തോന്നി, ഞാൻ കെട്ടിപ്പിടിച്ചു, സംസാരിച്ചു, ഔട്ടാന്നൊക്കെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് കഥയും പ്രസംഗമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഇപ്പോൾ അടുത്ത് ജയിലിൻ്റെ കോസ്റ്റ്യൂം വരും. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടി വിയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ നടക്കുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പോൾ ജയിലിൻ്റെ കോസ്റ്റ്യൂം വരും. അനുമോളും അപ്പാനിയും കൂടെ ജയിലിലാവും. ജയിലിൽ വെച്ച് അവർക്ക് മാവിടിക്കാനോ ചപ്പാത്തി പരത്താനുള്ള ഒരു ടാസ്കും കൊടുക്കും. ഇതാണ് ഇനിയിപ്പോൾ ലൈവിൽ ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. സോ ഇനി ലൈവിൽ എസ്പെഷ്യലി പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റോട്ട് വരാം, ഇല്ലെങ്കിൽ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം. ഇന്ന് എന്തായാലും പ്രൊമോ ഇല്ല, കാരണം ഇനിയിപ്പോൾ നാളെ ഷൂട്ട് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.